രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ തെലുങ്ക് പാർട്ടികളെ ഒപ്പം നിർത്താനുള്ള ഇന്ത്യ സഖ്യത്തിന്റെ നീക്കത്തിന് തിരിച്ചടി. ഇന്ത്യ സഖ്യം ചർച്ച നടത്തിയില്ലെന്നും കർഷകർ നേരിടുന്ന വളപ്രതിസന്ധി പരിഹരിക്കാൻ നടപടിയെടുക്കുന്നവർക്കൊപ്പം നിൽക്കുമെന്നുമാണ് BRSന്റെ നിലപാട്. YSR കോൺഗ്രസും അനുകൂല നിലപാട് അറിയിച്ചിട്ടില്ല. ER രാഗേഷ് കൂടുതൽ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ER, വെരി ഗുഡ് മോർണിംഗ്. ഈ തെലുങ്ക് പാർട്ടികളെ ഒപ്പം നിർത്താം ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ള ഒരു പ്രതീക്ഷ ഇന്ത്യ സഖ്യത്തിനുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് ഏത് ഘട്ടത്തിലാണ് തിരിച്ചടി നേരിടുന്നത്? ആര്യ, ഗുഡ് മോർണിംഗ്. CP രാധാകൃഷ്ണനും B സുദർശൻ റെഡ്ഡിയുമാണ് ഇന്ത്യ സഖ്യത്തിൻ്റെയും ഒപ്പം തന്നെ NDAയുടെയും ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥികൾ. രണ്ടുപേരും പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വിവിധ കക്ഷികളെ ഒപ്പം നിർത്താനുള്ള ശ്രമമാണ് രണ്ട് കക്ഷികളുടെയും, ഇന്ത്യ സഖ്യത്തിൻ്റെയും NDAയുടെയും ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. CP രാധാകൃഷ്ണനെയാണ് ആദ്യം NDA ആണ് പ്രഖ്യാപിച്ചത്. അതൊരു രാഷ്ട്രീയ തീരുമാനമായിരുന്നു. ഒപ്പം തന്നെ DMKയെ ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം കൂടി സർക്കാരിനുണ്ടായിരുന്നു, BJPക്ക് ഉണ്ടായിരുന്നു. കാരണം DMK ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷിയാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു നേതാവ് വരുമ്പോൾ DMKയുടെ നിലപാട് എന്താകും, എന്തെങ്കിലും തരത്തിൽ മാറ്റമുണ്ടാകുമോ എന്ന ലക്ഷ്യമൊക്കെ തന്നെ BJPക്ക് ഉണ്ടായിരുന്നു. പക്ഷേ DMK ആദ്യം തന്നെ നിലപാട് പറഞ്ഞു. കേവലം തമിഴ്നാട്ടിൽ നിന്നുള്ള ആളായതുകൊണ്ട് പിന്തുണയ്ക്കില്ല, മറിച്ച് അതൊരു BJPയുടെ രാഷ്ട്രീയ തീരുമാനമാണ്. DMK ആകട്ടെ ഇന്ത്യ സഖ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് B സുദർശൻ റെഡ്ഡി എന്ന് പറയുന്ന മുൻ സുപ്രീം കോടതി ജഡ്ജിനെ നിയമിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യവും സ്ഥാനാർത്ഥിയെ നിർത്തിയത്. അതിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നീക്കം തെലുങ്ക് പാർട്ടികളെ ഒപ്പം നിർത്തുക എന്നുള്ളതായിരുന്നു. കാരണം TDPക്ക് 18 അംഗങ്ങളുണ്ട് ലോക്സഭയിലും രാജ്യസഭയിലുമായി, BRSന് 4 അംഗങ്ങളുണ്ട്, YSR കോൺഗ്രസിന് 11 അംഗങ്ങളുണ്ട്. ഏതായാലും TDP നിലവിൽ NDAയുടെ ഭാഗമാണ്. ആ സർക്കാരിനെ നിലനിർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന കക്ഷി കൂടിയാണ്. NDAയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയുമാണ്. TDP ആദ്യം തന്നെ ഏതായാലും NDAക്കൊപ്പമാണ്, ഇന്ത്യ സഖ്യത്തിൻ്റെ ഒപ്പമില്ല എന്നവർ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. മറ്റു രണ്ട് പാർട്ടികൾ YSR കോൺഗ്രസും BRSും, അതിൽ BRS ആണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തെ തള്ളിക്കൊണ്ട് എന്ന് പറയാവുന്ന രീതിയിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം ഇന്ത്യ സഖ്യ നേതാക്കൾ പറയുന്നത് ഈ കക്ഷികളുമായെല്ലാം തന്നെ ചർച്ച നടത്തിയെന്നായിരുന്നു. പക്ഷേ KT രാമറാവു, BRSന്റെ വർക്കിംഗ് പ്രസിഡന്റാണ്, അദ്ദേഹം സൂചിപ്പിച്ച കാര്യം ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളൊന്നും തന്നെ ഇതുവരെ ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, ആർക്ക് പിന്തുണ നൽകുമെന്ന കാര്യത്തിൽ പ്രഖ്യാപനത്തിലേക്ക്, തീരുമാനത്തിലേക്ക് ഇതുവരെ പാർട്ടി എത്തിയിട്ടില്ല. കാരണം സംസ്ഥാനത്ത് വലിയ തോതിൽ കർഷകർ പ്രതിസന്ധി നേരിടുന്നുണ്ട്. യൂറിയ കിട്ടാതെ കർഷകർ വലയുകയാണ്. അതുകൊണ്ട് തന്നെ 20,000 മെട്രിക് ടൺ വളം ആവശ്യമുണ്ട്. അത് നൽകുമെന്ന് ആര് ഉറപ്പ് നൽകുന്നോ അവർക്കൊപ്പം നിൽക്കും എന്ന നിലപാടിലേക്ക് ഇപ്പോൾ BRS എത്തിച്ചേർന്നിരിക്കുകയാണ്. YSR കോൺഗ്രസ് ആകട്ടെ രാജ്നാഥ് സിംഗ് ഇതിനോടകം തന്നെ ചർച്ച നടത്തി കഴിഞ്ഞു. YSR കോൺഗ്രസ് നേതാക്കളുമായി BJP വൃത്തങ്ങൾ സൂചിപ്പിക്കുന്ന YSR കോൺഗ്രസിന്റെ പിന്തുണ ഉണ്ടാകും എന്നുള്ളതാണ്. അവരും ഒരു അന്തിമ പ്രഖ്യാപനത്തിലേക്ക് വന്നിട്ടില്ല. പക്ഷേ അവസാനത്തോട് അടുക്കുമ്പോൾ അത് NDAക്ക് പിന്തുണയ്ക്കുമെന്നൊരു പ്രതീക്ഷ ഏതായാലും BJPക്കുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അത് ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടിയാണ്. കാരണം ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നൊരു ഘട്ടത്തിലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും പരമാവധി കക്ഷികളെ ഒപ്പം നിർത്താനുള്ള നീക്കം നടന്നിരുന്നു. ആ നീക്കത്തിനാണ് ഇപ്പോൾ ആന്ധ്രയിൽ നിന്നടക്കം അല്ലെങ്കിൽ തെലുങ്ക് നാടിൽ നിന്നടക്കം തിരിച്ചടി നേരിടുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നിലവിലെ അംഗബലം അനുസരിച്ച് ഈ പാർട്ടികൾ കൂടി പിന്തുണച്ചാൽ ഏതാണ്ട് 60% വോട്ട് നേടി വിജയിക്കാൻ കഴിയും NDAക്ക് എന്ന പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ CP രാധാകൃഷ്ണൻ എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഏതായാലും BJP നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. ആര്യ, ER രാഗേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഉന്നതതല ചർച്ചകൾക്കായി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ധർ ധാക്കയിലെത്തി. പാകിസ്ഥാൻ വിദേശകാര്യ ഉപദേഷ്ടാവ് തൗഹിദ് ഉസൈനുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ബംഗ്ലാദേശ് വിദേശകാര്യ സെക്രട്ടറി ആസാദ് ആലം സിയാം ധാക്കയിലെ ഹസ്രത്ത് ഷാജലാൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ധാറിനെ സ്വീകരിച്ചു. 2012 ശേഷം ഇതാദ്യമായാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രി ധാക്കയിൽ എത്തുന്നത്. സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിൽ നാളെ കേര വെളിച്ചെണ്ണ ലിറ്ററിന് 445 രൂപ നിരക്കിൽ ലഭിക്കും. ഒരു ദിവസത്തേക്കുള്ള പ്രത്യേക വിലക്കുറവാണിത്. വെളിച്ചെണ്ണയ്ക്ക് അനിയന്ത്രിതമായി വില ഉയർന്ന സാഹചര്യത്തിലാണ് ഈ നടപടി. ഡൽഹിയിലെ മുസ്ലിം ലീഗ് ദേശീയ ആസ്ഥാന മന്ദിരം ഇന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സോണിയാഗാന്ധി, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് തുടങ്ങിയ ഇന്ത്യ സഖ്യത്തിലെ മറ്റ് ഉന്നത നേതാക്കളും രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ പ്രമുഖരും പങ്കെടുക്കും. 5 നിലകളിലായി പണിതുയർത്തിയ സമുച്ചയത്തിൽ ദേശീയ ഭാരവാഹികൾക്കുള്ള ഓഫീസുകൾ, മീറ്റിംഗ് ഹാളുകൾ, വർക്ക് സ്പേസുകൾ, ബോർഡ് റൂം, ഡിജിറ്റൽ സ്ക്രീനോട് കൂടിയ കോൺഫറൻസ് ഹാൾ, പബ്ലിക് ഹാൾ, ഡൈനിങ് ഏരിയ, പ്രാർത്ഥനാമുറി എന്നിവ ഒരുക്കിയിട്ടുണ്ട്.